കോവിഡ് പോസിറ്റീവായ യുവതിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 108 ആംബുലൻസ് ഡ്രൈവർ കായംകുളം സ്വദേശി നൌഫലിനാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 1,80,000 രൂപ പിഴയും അടയ്ക്കണം. നൌഫൽ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമവും ചുമത്തിയിട്ടുണ്ട്. രാജ്യത്താദ്യമായി പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം സാക്ഷ്യവിസ്താരം പൂർണ്ണമായും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ട കേസ് കൂടിയാണിത്. 4.5 വർഷമായി വിചാരണ തടവിലുള്ള ഇയാൾ മുൻപും വധശ്രമ കേസിൽ പ്രതിയാണ്. 2020 സെപ്റ്റംബർ 5 അർദ്ധരാത്രിയിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ച സംഭവം. അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്ന് പന്തളത്തെ കോവിഡ് കെയർ സെന്ററിലേക്ക് പോകുന്നതിനിടെ ആറന്മുളയിൽ വെച്ചാണ് യുവതിയെ ഡ്രൈവർ പീഡിപ്പിച്ചത്. കോവിഡ് പോസിറ്റീവായ മറ്റൊരു സ്ത്രീയും ആംബുലൻസിലുണ്ടായിരുന്നു. പന്തളത്ത് പെൺകുട്ടിയെ ഇറക്കിയ ശേഷം ഇവരെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വിടാനായിരുന്നു നിർദ്ദേശം. എന്നാൽ നൌഫൽ ആദ്യം കോഴഞ്ചേരിയിൽ സ്ത്രീയെ ഇറക്കി, തുടർന്ന് ആറന്മുള നാൽക്കാലിൽ പാലത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിലേക്ക് ആംബുലൻസ് എത്തിച്ച് യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് പന്തളത്തെ കോവിഡ് സെന്ററിൽ യുവതിയെ ഇറക്കിയ ശേഷം ഇയാൾ കടന്നു കളഞ്ഞു. അക്രമം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് 19 വയസ്സായിരുന്നു പ്രായം. കോവിഡ് മൂലം അവശയായിരുന്ന പെൺകുട്ടി പീഡനത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായി. കേസിന് ആവശ്യമായ തെളിവുകൾ മൊബൈൽ ഫോണിലൂടെ ശേഖരിച്ചാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്.